ഇപ്പം ഇൻസ്റ്റ പ്രൊഫൈലിൽ ഞാൻ പ്ലാസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളത് മണ്ണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കണ്ടു, മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടുള്ള ഒരു വരികൾ. അതെ അതെ, അതൊരു പ്രതിഷേധ എന്തുകൊണ്ട്, എന്താ പ്രതിഷേധം? ഈ പറയുന്ന കണക്ക് മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ളത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രതിഷേധമാണോ? അത് തന്നെ മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു അതൊരു മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ളൊരു പ്രതിഷേധം മാത്രമല്ല, ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യത്തോട് ആൾക്കാർ കാണിക്കുന്ന അവഗണന, ഇതെല്ലാം ഒരു മുല്ലപ്പെരിയാറിൽ വെച്ചിട്ടൊന്നുമില്ല. അത് മുല്ലപ്പെരിയാർ എന്നുള്ളൊരു പേര് മാത്രമാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, പൊതുജനങ്ങളായിക്കോട്ടെ, അതിനകത്തൊരു വരിയുണ്ട്, അണ്ണാക്കിൽ പഴവും തിരിയിരിക്കണേ, 35 ലക്ഷം പേരാ പൊട്ടിയാൽ മരിക്കും എന്ന് പറയുന്നത്. വേറെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. ഇതിനകത്തൊക്കെ ശരിയാണ്, നമ്മുടെ ആ ഒരു സമയക്കുറവും കാര്യങ്ങളും കൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത്. ഒരു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോഴത്തെ ആ ഒരു മുല്ലപ്പെരിയാറാണ് ഞാൻ നോക്കിയിട്ട് പാടാൻ പറ്റിയ ഏറ്റവും നല്ലത്. അങ്ങനെ എഴുതിയതാണ്.